സത്യങ്ങൾ പുറത്തുവരുന്നു. കെവിൻ വഴി ശാരിക സത്യങ്ങൾ മനസ്സിലാക്കുന്നു. നന്ദനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങുകയും ദേവികയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. ദേവിക നന്ദൻ്റെ വീട്ടിലെത്തുകയും നന്ദൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇത് സിദ്ധാർത്ഥനും പ്രഭാവതിയും തമ്മിലുള്ള തർക്കത്തിന് വഴിയാകുന്നു. ഒടുവിൽ നന്ദൻ താൻ തന്നെയാണ് ഋഷിയെ കൊന്നതെന്ന് ദേവികയുടെയും സിദ്ധാർത്ഥിൻ്റെയും മുന്നിൽ വെച്ച് തുറന്നു സമ്മതിക്കുന്നു. ഇത് എല്ലാവരെയും ഞെട്ടിക്കുന്നു. എന്നാൽ നന്ദൻ്റെ കുറ്റസമ്മതത്തിന് ശേഷം ദേവിക പോലീസിനെ വിളിക്കുകയും നന്ദനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചന്ദ്രത്തെത്തുകയും ചെയ്യുന്നു. ഇതോടെ ഇസബെല്ല, കെവിൻ, ഋഷി എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള കളികൾ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. തുടർന്ന് കാണൂ സുഗമോദേവി ഇന്ന് രാത്രി 9 മണിക്ക്.